ഞായറാഴ്ച സൗദിയിലൊക്കെ പെരുന്നാളായപ്പോൾ നമുക്ക് 29 നോമ്പേ കിട്ടുള്ളൂ എന്നുള്ളത് എല്ലാവരും ഉറപ്പിച്ചതേനും. അതുകൊണ്ട് തന്നെ നോമ്പൊക്കെ തുറക്കുന്നതിന് മുന്നേ തന്നെ പെരുന്നാൾക്കുള്ള പ്രിപ്പറേഷൻസൊക്കെ നമ്മൾ ചെറുതായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങാടി പോയി വന്നപ്പോൾ കുഞ്ഞുമോനും എല്ലാം ഇതുപോലെ ക്രാക്കേഴ്സും പൂത്തിരിയൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പെരുന്നാളിൻ്റെ അന്ന് രാവിലെ ഞാനൊരു 5 മണിയൊക്കെ ആയപ്പോൾ തന്നെ എണീച്ചതിൻ്റെ കാരണം എനിക്കൊരു ഫേസ് പാക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പെരുന്നാളോ കല്യാണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ തലേ ദിവസം ഒരു ഫേസ് പാക്ക് ഇടലുണ്ട്. പക്ഷേ അന്ന് തലേന്ന് എനിക്ക് ഫേസ് പാക്ക് ഇടാനൊരു മൂഡില്ലാത്തതുകൊണ്ട് ഞാൻ അന്ന് ഇട്ടില്ല, രാവിലെ ഇടാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഫേസ് പാക്കൊക്കെ ഇട്ട് ഒരു 20 മിനിറ്റൊക്കെ ഡ്രൈ ആയതിന് ശേഷം ഞാൻ അതൊക്കെ കഴുകി കളഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള എൻ്റെ പരിപാടിക്കൊക്കെ കിടക്കുന്നത്. അയൺ ചെയ്യാനുള്ളതൊക്കെ ഞാൻ തലേന്ന് തന്നെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് ഞങ്ങൾ ഡെലീഷ്യന്ന് ലഗോൺ ബിരിയാണി ഓർഡർ ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ബീഫ് ബിരിയാണിയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ വിളിച്ചപ്പോഴത്തേനും ബീഫ് ബിരിയാണി ബുക്കിംഗ് ഒക്കെ ഫുള്ളായിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ലഗോൺ ബിരിയാണിയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ബീഫ് ഞാൻ തലേ ദിവസം വേവിച്ച് വെച്ചിട്ടുണ്ട്, ചിക്കനും മസാലയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൊരിക്കാനും ബീഫ് തൂമിച്ചാനൊക്കെ ഉള്ള പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ചെറുപയർ പരിപ്പിൻ്റെ പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ തേങ്ങാപ്പാൽ പാരാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാലൊക്കെ ഒന്ന് മിക്സിയിലിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതിനിടയ്ക്ക് ഞാൻ ചായയും കടിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ച് ദോശയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ടായിന്. പിന്നെ അതേ ഉമ്മ പായസത്തിനുള്ള പരിപാടികളൊക്കെ നോക്കിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയതിന് ശേഷം ഞാൻ പിന്നെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്, ഈദിൻ്റെ നിസ്കാരം. അപ്പോൾ ഇതിനും പള്ളി പോയവരൊക്കെ തിരിച്ച് വന്നിട്ടുണ്ടായിന്. കുഞ്ഞുമോനൊക്കെ ഫുഡൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പം ഇട്ടിട്ടുള്ള മൈലാഞ്ചിയൊക്കെ നല്ലോണം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു രസമാണ്, മൈലാഞ്ചിയൊക്കെ ഇട്ട് കാണുമ്പോൾ പെരുന്നാളിനൊരു രസമാണ്. ഭയങ്കര ഡിസൈനൊന്നും ഇടാൻ അറിയില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ എനിക്ക് തന്നെ ഇടലുണ്ട്. പിന്നെ അതേ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കുഞ്ഞുമോൻ അപ്പോഴത്തേനും ഫുഡ് വാങ്ങിക്കാൻ പോയിട്ടൊന്നും തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നില്ല, അല്ലൂനെയും കൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേനും ഞാൻ വേഗം തിരുമ്പിയിട്ട് കുറച്ച് ഡ്രസ്സസൊക്കെ അതിൽ ഇടാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തോരിയിടാണ് ഓരോക്കെ വരുമ്പോഴത്തേന്. എല്ലാ പെരുന്നാൾക്കും ഞാൻ വളരെ ലേറ്റായിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകല്. അപ്പോൾ ഇപ്രാവശ്യത്തെ പെരുന്നാൾക്ക് കുറച്ച് നേരത്തെ തന്നെ പോകണമെന്ന് ഞാൻ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ബേസിക് ആയിട്ടുള്ള കുറച്ച് മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ താഴേക്ക് പോയിട്ടുണ്ടായിരുന്നത്. റോസ് ഗോൾഡിൻ്റെ കുറച്ച് ഫാൻസി ഐറ്റംസൊക്കെ ഞാൻ കുറച്ച് മുന്നേ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ എടുത്ത് നോക്കിയിട്ടില്ല, അന്ന് അങ്ങോട്ട് വെച്ചതേനു. അപ്പോൾ അതൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ തപ്പി നോക്കുന്നത്. അത് ഞാൻ ഡ്രസ്സൊക്കെ പെയർ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ സ്റ്റോണുള്ള ഒരു സാധനം, പിന്നെ പ്ലെയിൻ ആയിട്ടുള്ള സ്റ്റോണൊന്നും ഇല്ലാത്തൊരു വള 2 ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇടാമെന്ന് വിചാരിച്ചു ഞാൻ. പിന്നെ ഒരു മോയ്സ്ചറൈസറും ലിപ് ബാമും ലിപ്സ്റ്റിക്കും ഇതൊക്കെയാണ് ഒരു ബേസിക് മേക്കപ്പ് ഐറ്റംസിൻ്റെ അടുത്തുള്ളത്. ആദ്യമൊന്നും ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാറേ ഉണ്ടായിരുന്നില്ല, അതിൻ്റെ ഉപയോഗം എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇനി ഫൈനലി ഞാനിപ്പോൾ ഒരു അടിപൊളി മോയ്സ്ചറൈസർ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൊണ്ടും എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ്. ലോങ് ലാസ്റ്റിംഗ് ആയാലും കളറായാലും അതിൻ്റെ ടെക്സ്ചർ ആയാലും ഒക്കെ അടിപൊളിയാണ്. പക്ഷേ ഇത് ഇന്നെപ്പോലെ തന്നെ അല്ലോനും ഇത് ഫേവറേറ്റ് ആയതുകൊണ്ട് അതിൻ്റെ രൂപത്തിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ടൊന്ന് കണ്ണെഴുതി കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ താഴേക്ക് പോവാണ്. അപ്പോൾ ഇതിന് കുഞ്ഞുമോനൊക്കെ ഫുഡൊക്കെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ റെഡി ആയിട്ട് നിൽക്കാനു. അപ്പോൾ അവരിങ്ങനെ ഡെലിഷ്യന്ന് ഇങ്ങനെ ബക്കറ്റ് ബിരിയാണി ആക്കിയിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ 2 കിലോ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ചെമ്പട്ടിക്കൊക്കെ ഒന്ന് മാറ്റി പീസും റൈസൊക്കെ സെപ്പറേറ്റ് ചെയ്ത് തൈരും ഇതൊക്കെ പാത്രത്തിലാക്കി അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഇതിനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്ലേറ്റ് ഇങ്ങനെ റെഡിമെയ്ഡ് പ്ലേറ്റ് കൊണ്ടുവന്നാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പാത്രം കഴുകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ നൈബറിൻ്റെ അടുത്തും വീട്ടിലും ഒക്കെ ഒന്ന് കയറിയതിന് ശേഷം നമ്മൾ നേരെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴിയിൽ ഞാനിവിടെ കുഞ്ഞുമോൻ്റെ വീട്ടിലും അതുപോലെ തന്നെ നാത്തൂൻ്റെ വീട്ടിലും കൂടി ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് ചാമ്പക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ചാമ്പക്ക പറിച്ചിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയത്. അപ്പോൾ എൻ്റെ വീട്ടിലെത്തിയതിന് ശേഷം എല്ലാവരും അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ എങ്ങോട്ടേലും ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും മാറ്റി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പുറത്തേക്ക് എല്ലാവരും കൂടി ഒരുമിച്ച്. നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നു ആദ്യം എൻ്റെ അമ്മേൻ്റെ വീട്ടിലേക്കാണ്. എൻ്റെ അമ്മേൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ആദ്യം അവിടെ കയറിയിട്ട് ബാക്കി അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യം അവിടെയാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് നേരെ പിന്നെ നമ്മൾ പോയത് എൻ്റെ തറവാട്ടിലേക്കായിരുന്നു. എൻ്റെ തറവാട്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ കസിൻസ് എല്ലാവരും അവിടെ കൂടി. ഞാൻ എല്ലാ പെരുന്നാൾക്കും നേരം വൈകിട്ടാണ് എത്തൽ, അതുകൊണ്ട് തന്നെ ഇവരൊന്നും എനിക്ക് കാണാൻ പറ്റില്ല. ഞാൻ എത്തുമ്പോഴത്തേനും എല്ലാവരും പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ പെരുന്നാൾ ഞാൻ പ്രതീക്ഷിച്ചതിലും ഭയങ്കര ഉഷാറായിരുന്നു. അങ്ങനെ പിന്നെ തറവാട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് എൻ്റെ ഉമ്മച്ചിൻ്റെ അമ്മായിൻ്റെ വീട്ടിലേക്കാണ്, ചെറിയ അമ്മായിൻ്റെ വീട്ടിലേക്ക്. ഉമ്മച്ചി കുറേ ദിവസമായിട്ട് അങ്ങോട്ട് പോകണം എന്ന് പറയുന്നത്. കാരണം ഉമ്മച്ചിൻ്റെ അമ്മായിൻ്റെ വീട് ഇപ്പോൾ റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉമ്മച്ചിക്ക് അത് കാണാൻ ഭയങ്കര
ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ അങ്ങോട്ടാണ് പോണത്. അവിടെ എത്തിയപ്പോൾ അവിടെ അവർ വളർത്തുന്ന ഒരു പൂച്ച ഉണ്ടായിരുന്നു. ഭയങ്കര ക്യൂട്ടായിരുന്നു അതിനെ കാണാൻ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വളർത്തുന്ന ഒരു പൂച്ചനെയൊക്കെ ഭയങ്കര ഇങ്ങനെ അടുത്തുനിന്ന് കാണുന്നത്. അല്ലു വണ്ടിയിൽ നിന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിലും അവിടെ എത്തിയപ്പോൾ അല്ലു ഉഷാറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഓന് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ആ പൂച്ചനെ തോണ്ടലും പിടിക്കലൊക്കെ ഇനി പരിപാടി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോണ വൈക്കലാണ് എൻ്റെ ഉമ്മച്ചിൻ്റെ ഉമ്മാൻ്റെ വീടുള്ളത്. അപ്പോൾ അവിടെയും കൂടി ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേനും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഉമ്മച്ചിൻ്റെ ഉമ്മമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അമ്മോനും ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മോന് സൈക്കിളിൻ്റെ കടയാണ്. അപ്പോൾ ഒരുപാട് സൈക്കിളൊക്കെ ഉണ്ടായിരുന്നു അവിടെ മുറ്റത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ അതുമൊക്കെ കയറിയിരിക്കുകയാണോല്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പിന്നെ എൻ്റെ ചെറിയ അമ്മായിൻ്റെ വീട്ടിലേക്കാണ് പോണത്. എളങ്കൂർക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ അമ്മായിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ഉപ്പാൻ്റെ ഫാമിലി എല്ലാവരും അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മായി പറയാനോ ആദ്യമായിട്ടാണ് ഒരു പെരുന്നാൾക്ക് ഇത്രയും ആൾക്കാർ ഇങ്ങോട്ട് വരണതെന്ന് പറയാനോ ഒരൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളെല്ലാവരും അങ്ങോട്ട് ചെല്ലും എന്നുള്ളത്. അമ്മായിക്ക് അങ്ങോട്ട് ആരും ചെല്ലില്ല എന്ന് എപ്പോഴും പരാതി ഉണ്ടായിരുന്നു. ആ പരാതി ഏതായാലും ഈ പെരുന്നാളോട് കൂടിയിട്ട് അമ്മായിക്ക് മാറിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് എൻ്റെ ഉമ്മച്ചിൻ്റെ ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾ ഇതിൽ വരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവിടെയും കൂടി ഒന്ന് കയറി തല കാണിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോരാണ് ചെയ്തത്. ഞാൻ അന്ന് തന്നെ പൂക്കോട്ടൂർക്ക് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ ഒരു ഈദ്.